ഭർത്താവിൻ്റെ കുടുംബത്തിൻ്റെയും നിരന്തരമായുള്ള കുത്തുവാക്കുകളും അവഹേളനങ്ങളും മൂലം തന്നെ ജീവനൊടുക്കേണ്ടി വന്ന 19-കാരിയായ ഷഹാന മുംതാസ് മലപ്പുറം കൊണ്ടോട്ടി സ്വദേശികളായ ബഷീറിൻ്റെയും ഷമീനയുടെയും ഏക മകൾ. വളരെ വാത്സല്യത്തോടും ലാളിച്ചും വളർത്തിയ പൊന്നുമോൾ. കാരണം അവർക്കാകനെയുള്ളത് ഒരു മകളാണ്. 19ാമത്തെ വയസ്സിൽ ഡിഗ്രി ഫസ്റ്റ് ഇയറിന് പഠിച്ചുകൊണ്ടിരിക്കുന്ന ഷഹാന മുംതാസിന് ഒരു വിവാഹാലോചന വന്നു. നല്ല ബന്ധമാണെന്ന് വീട്ടുകാർക്ക് മനസ്സിലായപ്പോഴാണ് അവർ ഈ കല്യാണം നടത്തിക്കൊടുത്തത്. അങ്ങനെ വിദേശത്തുണ്ടായിരുന്ന ഷഹാന മുംതാസിൻ്റെ പിതാവായ ബഷീർ നാട്ടിലേക്ക് വരികയും മകളെ നിക്കാഹ് കഴിച്ചു കൊടുക്കുകയും അദ്ദേഹം വിദേശത്തേക്ക് തന്നെ തിരിച്ചു പോകുകയും ചെയ്തു. അവിടെ നിന്ന് ആ പിതാവ് തൻ്റെ മകളുടെ വിവാഹകാര്യങ്ങൾ സ്വപ്നം കണ്ടിരിക്കുമ്പോഴാണ് തൻ്റെ മകൾ ജീവനൊടുക്കിയെന്നുള്ള ആ ദാരുണമായ വാർത്ത ആ പാവം പിതാവ് കേൾക്കാനിടയായത്. വിവാഹപ്പന്തലിൽ അണിഞ്ഞിരിക്കേണ്ട സ്വന്തം മകളുടെ മുഖം സ്വപ്നം കണ്ട പിതാവ് പിന്നെ 3 കഷ്ണം കഫം പുടവയിൽ ജീവനില്ലാതെ കിടക്കുന്ന ഷഹാന മുംതാസിനെയാണ് കണ്ടത്. ഷഹാന മുംതാസുമായുള്ള നിക്കാഹ് കഴിഞ്ഞ് ഭർത്താവായ അബ്ദുൽ വാഹിദ് 20 ദിവസം കൂടെ താമസിച്ചതിന് ശേഷമാണ് വിദേശത്തേക്ക് പോയി അവിടെ നിന്ന് നിനക്ക് നിറം പോരാ, നിനക്ക് വിദ്യാഭ്യാസമില്ല, നീ പുറത്തിറങ്ങരുത് എന്നൊക്കെ പറഞ്ഞ് കുത്തുവാക്കുകൾ പറയാൻ തുടങ്ങിയതും നിന്നെ ഒഴിവാക്കാനാണ് ഞാൻ ഉദ്ദേശിക്കുന്നതെന്നും നീ എനിക്ക് യോജിച്ച സ്ത്രീയല്ലെന്നും നിനക്ക് വേറെ നല്ല ഭർത്താവിനെ കിട്ടുമെന്നെല്ലാം ഷഹാന മുംതാസിനോട് ഇയാൾ നിരന്തരമായി പറഞ്ഞുകൊണ്ടിരുന്നു. ഈ കാര്യങ്ങൾ തൻ്റെ ഭർത്താവ് തന്നോട് പറയാൻ തുടങ്ങിയിട്ടും ഷഹാന മുംതാസ് അത് സ്വന്തം വീട്ടുകാരോട് പറഞ്ഞില്ല. ശേഷം 2 മാസത്തിന് ശേഷമാണ് ഷഹാന മുംതാസ് തൻ്റെ ഭർത്താവ് ഇത്തരത്തിലാണ് പറയുന്നത് എന്ന് സ്വന്തം വീട്ടുകാരോട് പറഞ്ഞത്. അങ്ങനെ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞാൽ എൻ്റെ ഭർത്താവിൽ നിന്ന് നിങ്ങളെന്നെ വേർപിരിക്കുമോ എന്നുള്ള ഭയം എന്നെ ഇത് നിങ്ങളെ പറയാൻ അനുവദിച്ചില്ല എന്നാണ് ഈ പാവം 19 വയസ്സുകാരി നിറക്കണ്ണുകളോടെ തൻ്റെ കുടുംബത്തോട് പറഞ്ഞത്. ഷഹാന മുംതാസിൻ്റെ അമ്മായിയമ്മയായ വാഹിദിൻ്റെ ഉമ്മയും നേരിട്ട് തന്നെ കുട്ടിയോട് ഇതിൽ നിന്ന് ഒഴിഞ്ഞു കൊടുത്തൂടെ, നിനക്ക് നല്ല വിവാഹ ബന്ധം ലഭിക്കും, 20 ദിവസമല്ലേ ആകനെ കൂടെ താമസിച്ചിട്ടുള്ളൂ എന്നൊക്കെ പറഞ്ഞതും ഈ പെണ്ണിനെ മാനസികപരമായി തന്നെ തളർത്തി. ഷഹാന മുംതാസിൻ്റെ മരണത്തിന് ശേഷം അബ്ദുൽ വാഹിദിൻ്റെ കുടുംബം എവിടെയാണെന്ന് പോലും അറിയില്ല. പോലീസുകാർ അബ്ദുൽ വാഹിദിൻ്റെ വീട്ടിലേക്ക് പോയപ്പോൾ വീടെല്ലാം പൂട്ടിയ നിലയിലാണ് പോലീസുകാർക്ക് കാണാൻ സാധിച്ചത്. നാട്ടുകാരുടെ കുത്തുവാക്കുകളും അവഹേളനങ്ങളും ഇവരെ മാനസികപരമായി തളർത്തിയെന്ന് തന്നെ പറയാം. ഇവർ ഈ പാവം പെൺകുട്ടിയോട് പറഞ്ഞതുപോലെ തന്നെയാണ് നാട്ടുകാരും പറഞ്ഞിട്ടുണ്ടാകുക. അവർ അത്തരത്തിലത് ചിന്തിച്ചുമില്ല. അല്ലെങ്കിലും അവർക്കത് പറയാൻ കഴിയുന്നത് എങ്ങനെയെന്നാൽ ഈ ഉമ്മാക്ക് ഒരു പെൺകുട്ടി ജനിച്ചില്ല എന്നുള്ളതാണ്. അബ്ദുൽ വാഹിദിന് ഒരു പെങ്ങളും ഉണ്ടായിട്ടില്ല. അതുകൊണ്ടാണ് ഈ പാവം പെൺകുട്ടിയോട് ഇവർ ഇത്തരത്തിൽ പെരുമാറിയത്. ശേഷം അബ്ദുൽ വാഹിദിനെ നാട്ടിലെത്തിക്കുവാനുള്ള നിയമ നടപടികൾ തുടർന്നു കൊണ്ടിരിക്കുന്ന വേളയിലാണ് അബ്ദുൽ വാഹിദ് ആരും അറിയാതെ കണ്ണൂർ എയർപോർട്ടിൽ വന്നിറങ്ങിയത്. പക്ഷേ കൊണ്ടോട്ടി പോലീസ് ആ കാര്യം മനസ്സിലാക്കി അബ്ദുൽ വാഹിദിനെ ഇറങ്ങിയ പാടെ തന്നെ പൊക്കുകയായിരുന്നു. ഇപ്പോൾ അബ്ദുൽ വാഹിദിനെ കോടതിയിൽ ഹാജരാക്കി 14 ദിവസം റിമാൻഡിൽ മഞ്ചേരി ജയിലിലേക്ക് പറഞ്ഞയച്ചു. അതിനുശേഷവും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്ന വാർത്തയാണ് ഇപ്പോഴും സോഷ്യൽ മീഡിയയിൽ പ്രചരിച്ചു കൊണ്ടിരിക്കുന്നത്. ആർക്കും ഇത്തരത്തിൽ ഒരു പെണ്ണിനോടും പറയാൻ പറ്റാത്ത തരത്തിലുള്ള ശിക്ഷ തന്നെ ഇവർക്ക് ലഭിക്കട്ടെ എന്ന് പറയുന്നു. അത് എല്ലാവരും തന്നെ മനസ്സിലാക്കാൻ വേണ്ടി.